പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക്. നമസ്കാരം, ഞങ്ങാതിങ്ങിലേക്ക് സ്വാഗതം. എന്നും എനിക്കൊരു പരാതിയുണ്ട്, എനിക്ക് ജോലിയില്ല എന്ന്. ആദ്യമായിട്ട് എനിക്കൊരു ജോലി കിട്ടി, കുടുംബശ്രീൻ്റെ ഓഫീസറായിട്ട്. ആദ്യത്തെ നിയമനാണ് പ്രശ്നം. കാട്ടില പത്തനംതിട്ട ജില്ലയിലെ അടിച്ചുപുഴ കോളനിയിൽ. വെറുതെ വിട്ടതല്ല കുടുംബശ്രീ, കാരണം ഇവർക്ക് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ട് ലക്ഷങ്ങൾ. അവരാ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നറിയാൻ വേണ്ടി വിട്ടാ. കുടുംബശ്രീക്ക് വരില്ല, നല്ല കള്ളനെ വിട്ട് എന്നെ. വാർഡ് മെമ്പർ തങ്കമണി, ചേച്ചി ചേച്ചി എന്തൊക്കെ പറിച്ചു? എന്താ ഇന്ന് അലക്കുന്നതിനോട് ഞാനൊക്കെ അങ്ങനെ വരച്ചത് ഏട്ടേന്റെ വരുതാ. എന്റെ തിഞ്ഞയുടെ മുഖത്തൊരു കളലക്ഷണം ഉണ്ടല്ലേ ഈ ഞാന് ഏണ്ടേന്റെ വരുന്നത്. ഞാനൊക്കെ അങ്ങനെ വരച്ചത് ചേച്ചി ഏണ്ടേന് വരിച്ചത് ആരാണ് വരിച്ചത്? എന്നെ കണ്ടിട്ട് ഒരു കളലക്ഷണമുണ്ട്. എന്നെ കണ്ടിട്ടൊരു കളലക്ഷണം ഉണ്ടല്ലേ. വേറെ ഞാനൊക്കെ അങ്ങനെ വരച്ചത് അല്ല ഒന്നും വേറെ വെറുതെ ഒന്നും ഞാനേ വാർഡ് മെമ്പറല്ലേ ഇവിടുത്തെ, പിന്നെ തങ്കമണിയെ കാണാൻ വന്ന. മെമ്പറുടെ വീട് നൂണ്ട. ഒന്ന് വിളിക്കോ മെമ്പറേ? മെമ്പറേ കാങ്ങര് വരച്ചു നിൽക്കാം. മെമ്പറെ, ഞാനേ പിന്നെ കുടുംബശ്രീന്റെ ഓഫീസറാ. വന്നു കുടുങ്ങിപ്പോയി. എനിക്ക് ഇവര് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരോട് ചോദിക്കുക എന്തൊക്കെയാ പറഞ്ഞത്. ഞാനതിന്റെ കേച്ചാത് ഏണ്ടേന്റെ വരിച്ചാതിന്റെ കേച്ചാത് മലവേടയുടെ ഭാഷയിൽ പറഞ്ഞ എവിടുന്നാണ് വരുന്നത്. അതിനെന്താ പറഞ്ഞത്? ഈ ഏണ്ടേന്റെ വരുന്നത് ഏണ്ടേണ്ടി വരികയാണ്. അതായത് എവിടെ നിന്ന് വരുന്നു. പിന്നെ ആദ്യം കണ്ടപ്പോ എന്നോട് ചെന്ന് ആരെന്ന് ഈ ഞാരിന്റെ കേച്ചാത് ആരാണ് എന്നുള്ളതാണ് ഞാര്. ഇനി ആര് പിന്നെ വേറെ ഒന്ന് എന്നെ ചീത്ത പറഞ്ഞല്ലോ. ഞാരെ കാങ്ങന്റെ വരച്ചത് ആരെ കാണാൻ വേണ്ടിട്ട്. ആരെ കാണാൻ വേണ്ടി? ആരെ എന്താ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറഞ്ഞത്? ഞാരെ കാങ്ങന്റെ വരച്ചത്. ഞാരെ കാണാൻ വിളിച്ചത് കാങ്കന്റ് അല്ലേ? ഞാനിപ്പോ മനസ്സിലായല്ലോ. അല്ല ഇവിടുന്ന് തങ്കമണി ഞാൻ ഇവിടുന്ന് കുടുങ്ങിയപ്പോ അവിടെ ചെന്ന് പൈനക്കാട്ടി കൊടുക്കും. ചേച്ചി കുറെ ബുദ്ധിമുട്ടിച്ചു. ചേച്ചി എന്നെ കുറെ ബുദ്ധിമുട്ടിച്ചു. എന്നെ കൺലക്ഷണം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കഴിച്ചാൽ ഇങ്ങനെ വീടാണ്ടായിരുന്നു. അത് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ആളല്ലേ. അതിനെന്താ ചേച്ചി പറഞ്ഞു? ഇവിടെ കാണാത്ത ഒരാളല്ലേ എന്നുള്ളത് ചേച്ചി എന്താ പറഞ്ഞു? വേറിണ്ടത്ത് കാരി അല്ലില്ലേ? അല്ലല്ലോ എന്നാ പറഞ്ഞത്. ആരാ ബന്ധുക്കളാ? എന്നാലേ ഞാനേ അവിടെ എന്തൊക്കെ ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതേ ഒന്ന് കാണാൻ പറ്റുമോ? അന്ന് മെമ്പർ കൂടെ ഞാൻ വരാം. ഒന്നും വിചാരിക്കരുത് ചേച്ചി കേട്ടോ. ഞാൻ ഭാഷ അറിയാത്തതിനെ കൊണ്ടാ. എന്നാലും ഉഗ്രം ഭാഷ ഒന്നും മനസ്സിലായി. കാരണം ആദ്യം ഇവൻ കുടിക്കും, രണ്ടാമത് ചേച്ചി കുടിക്കും. പേരെന്താ? മെമ്പറുടെ പുറത്ത് ഏതാണ്ട് ഇരുത്താവ് ചുക്കിരിവലയാ ഒരു പിത്ത. മെമ്പറുടെ പുറത്ത് മുടിയാ ചേച്ചി? ചുക്കിരിവല. എന്താണ്? ചെലന്തിവലയായിരിക്കും. ചെലന്തിവല ഞങ്ങൾ ഇവിടെ അതിന് പറയുന്നത് ചുക്കിരിവല. ചിലന്തിവലക്കോടെ ചുക്കിരിവല. ഞാൻ വിചാരിച്ചു എന്തോ ഭീകര ജീവി മുടിയിലുള്ളിൽ. ഞാൻ മുറിക്കാൻ അടിച്ചു വരുമായിരുന്നു. അപ്പോഴങ്ങാട് ചെലന്തിവല അടിച്ചു വാരുമായിരുന്നു. അടിച്ച കൂട്ടത്തിൽ ചെലന്തിവല എങ്ങാണ്ട് മുടിയെ പോയി തട്ടിയാ മതി ചേച്ചി. ശരി. എന്താ വേദനീടാ? വെള്ളങ്ങളെങ്ങോ അവരെ നേരെ വിടവന് എന്താ പറ്റത്? ആശുപത്രി കൈതടുവാ തിങ്ങനെ വല്ലേ അന്തിക്കള് ഡോക്ടറെ കാട്ടുന്ന കേട്ടോ. കാജിലത്തിരിക്ക് ഹെൽത്തിലേലും കൊണ്ടുപോയി ഇങ്ങനെ വീലനാകട്ടെ ആകത്ത് കൊണ്ട് വേലനോട്ട് താഴെ വീലം താഴും പാത്ത കൈ കണ്ടു. എനിക്കൊന്നും മനസ്സിലായില്ല.
എന്താ ആദ്യം വന്നപ്പോ ചോദിച്ചത്? ഇത് എന്തോ ചെയ്യുവാണെന്ന് ചോദിച്ചതാ. അതല്ലല്ലോ ചോദിച്ചത്, എന്താ ചെയ്യുവാണെന്നല്ല. ചെയ്യുവാണെന്ന് ചോദിച്ചപ്പോ നാരങ്ങ യൂത്താണെന്നോ? കുത്തിയിടുവാണെന്ന്. കുത്തിയിടുന്നതിനാണ് നൂത്തുക. നാരങ്ങ എന്നല്ലല്ലോ പറയുന്നത്. നാരങ്ങ നൂത്തിയിടുക. എന്തൊരു ശുദ്ധ വാസന, 2 കിലോമീറ്ററോളം കിട്ടും വാസന. അല്ല നാടൻ നാരങ്ങ. നാടൻ തന്നെ കേട്ടോ. നാരങ്ങ. അല്ല ഇത് ആരാന്നാ പറഞ്ഞത്? ഇതെന്റെ കിളനറ്. കിളനറ് എന്റെ ആങ്ങളെയാണ്. ആങ്ങളക്ക് പറയാ കിളനറ്. അപ്പൊ നീ തിരിച്ചു കളനി പെങ്ങളെ കളനി ആങ്ങൾക്ക് കണ്ട. ഞങ്ങളവിടെയൊക്കെ കിളവൻ കളനി ഇവിടെ അങ്ങനെ പറയാറുണ്ട്. കിളവന് കിളവി പ്രായമുള്ളവര്. ഇത് കിളനൻ എന്ന് പറഞ്ഞാൽ ആങ്ങള, കളനി എന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ ഭാഷ. കളനറോട് എന്താ ചോദിച്ചത്? ഞാൻ വീട്ടു വിശേഷങ്ങൾ ചോദിച്ചത്. എനിക്ക് മനസ്സിലായില്ല എന്താ. അതെ, അവന്റെ ഭാര്യ എന്തിയെ, മക്കളെന്തോ സ്കൂളിൽ പോയോ? മക്കൾ നല്ലല്ലോ നേരത്തെ പറഞ്ഞു. മക്കളെന്നല്ല പറഞ്ഞ പിള്ളകളെന്നാ പറഞ്ഞ. ഞങ്ങളുടെ ഭാഷയില് ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ആമാപ്പിള്ളകള്. ആൺകുട്ടികൾക്കാണ് ആമക്കുട്ടികൾ. ആമക്കുട്ടികളാണ് ആമക്കിടാങ്ങള്. പെൺകുട്ടികൾക്കാണ് പെണ്ടാക്കിടാങ്ങള്. എവിടെ നിന്ന് എവിടെ പോയിട്ട് സ്കൂളിൽ പോയില്ല അവര്? അവര് പനിയാണെന്നാ പറഞ്ഞേ. സ്കൂള് നല്ലല്ലോ പറഞ്ഞത്. സ്കൂളല്ലല്ലോ, പള്ളിക്കൂടം. അതെല്ലാരും പറയുന്നത്. എന്റെ മക്കള് പള്ളിക്കൂടത്തിൽ നിന്ന് പോകാതിരുന്നത് എന്ന് പറഞ്ഞു. പേടിച്ചിട്ടാ? പെനി. എന്റെ പഠിച്ചതിന് പനിക്ക് ഇവിടെ പറയാം. പെനിച്ചിട്ട് പോയില്ല. അന്നാണ്ട് കഴിയും പോയി. അന്നാണ്ട് കഴിക്കും പാത്ത് അന്ന തൊക്കലിനായി മതിപ്പൊണ്ടു. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞ. അങ്ങോട്ട് പോകുന്ന സൂക്ഷിച്ചു വേണം. അവിടെ തൊക്കലിനായി പട്ടി കിടപ്പുണ്ടെന്ന്. പട്ടി എന്നല്ല പറഞ്ഞത്, തൊക്കലിനായി. തൊക്കലിനായി ഇവിടെ പട്ടിക്ക് വരെ തൊക്കലിനായി. പട്ടിക്ക് ഞാൻ ശ്രദ്ധിച്ചു പോയിക്കോളാം. മലവേടരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയോട് ചേർന്ന് കഴിഞ്ഞിരുന്ന ജനവിഭാഗമാണ്. കാട്ടിനുള്ളിൽ പിന്നെ വനവിഭവങ്ങൾ ശേഖരിച്ച് ഇരുന്ന ആളുകളാണ്. എപ്പോഴും അപരിചിതരുടെ ഒരു അക്രമം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആയാലും മറ്റുള്ള അവരുടേതല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു കടന്നുകയറ്റം എപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു നിലനിൽപ്പിന്, അവരുടെ ഒരു പ്രൊട്ടക്ഷന്, അവരുടെ ഇടയിൽ തന്നെയുള്ള ആളുകളുമായിട്ട് സംവദിക്കാനുള്ള ഒരു ഭാഷ, ഒരു രീതി അനിവാര്യമായിരുന്നു. അങ്ങനെ ഉടലെടുത്ത ഒരു ഭാഷാ സമ്പ്രദായമാണ് ഈ മലവേടർ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഈ പദങ്ങൾ. ചേച്ചി എന്തെടുക്കുക ചേച്ചി? ഞാൻ കഴിയന് എന്നെ പറ്റത്. ഞാൻ തൊഴിലുറപ്പിച്ച് എൻ്റെ അത്ര പഞ്ച് പിടിച്ചാൽ ഞാൻ അന്നേരം ചെറിയ കഞ്ചി മുമ്പിനായിട്ട് വരുത്തുന്നത്. അന്നേരം പേരെ കഞ്ചി കഞ്ചുമില്ല. ഞാൻ ചില ഏരിയയിലെ ഞെല്ലാം കല്ലൊക്കെ പെറുക്കുകയാണ്. കഞ്ചി വെച്ച് ഉണ്ടച്ചാണ് കൈകാലിൽ വെച്ചത്. ഹലോ തങ്കമണി, എന്താ പറഞ്ഞ തൊഴിലുറപ്പിന്റെ പദ്ധതിക്ക് വഞ്ചി പിടിച്ചിട്ടുണ്ടോ? അല്ല, തൊഴിലുറപ്പ് പണിക്ക് പോയതായിരുന്നു ചേച്ചി. പുള്ളിക്കാരി വീട്ടിലാരും ഇല്ലായിരുന്നല്ലോ. വന്ന് ഇച്ചിരി കഞ്ഞി ഇടാൻ വേണ്ടി വന്ന. കഞ്ഞിക്ക് എന്താ പറഞ്ഞത്? കഞ്ഞിക്ക് കഞ്ചി. ഞാൻ തന്നെയാണ് കഞ്ഞിക്കാണ് കഞ്ഞി അടുപ്പ് ഇട്ടിട്ട് വേഗം ജോലി സ്ഥലത്ത് വന്നതാ അല്ലേ? ഇടയ്ക്ക് ഓടി വിശന്ന് വന്നതാണ്. അടുത്ത കഞ്ഞി വെച്ചതില്ല. പഞ്ച് പിടിക്കുക. ഈ പണി കഴിഞ്ഞാല് പഞ്ച് പിടിക്കും. വിശന്ന്, അതായത് വിശപ്പിന് ഞാൻ വന്നപ്പോ വീട്ടിൽ യാതൊരു സ്വകയില്ല. ആരില്ല? വീട്ടിലൊന്നുമില്ല. ഒരു വകയില്ലെന്നാ പറഞ്ഞത്. ഈ കഞ്ഞി എന്തെങ്കിലും പുള്ളിക്കാരിക്ക് വിശപ്പിന് കഴിക്കാൻ പറ്റുമോ? മനസ്സിലായി. അപ്പൊ സാറിന് മനസ്സിലായോ? മനസ്സിലായി. അല്ല പിന്നെന്താ പിന്നെ ഏറ് വന്നു പറഞ്ഞു. ഞേറ് വന്നെന്ന് പറഞ്ഞതാ. ഇന്ന് ഒരു ദിവസത്തിനാണ് ഞേറ്. ഇന്ന് ഒരു ദിവസം. കുമാരിയാണ് കൈതേനിയടി. ഞാൻ റേഷൻ കട കഴിക്കുക. എടി എന്റെ ഒക്കെ രാക്കണ്ടേന്. എരി വേണം, ഉപ്പ് വേണം, മ്ലാഗ് വേണം, പിന്നെ മണ്ണെണ്ണ വേണം. മറന്നെ കൂടെ രാക്കൊണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞ രാക്കണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്റെ ഈ പൈസ ഇല്ലടി. എനിക്ക് എന്റെ പൈസ ഉണ്ടെങ്കിൽ രാക്കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ ഞാൻ രാക്കൊണ്ട് വരിക. എന്നാലും ഇച്ചിരി സാധനം രാക്കൊണ്ട് വരും. ഞാൻ എന്റെ സാധനം വരുന്നത്. നീ മണ്ണെണ്ണ ഉണ്ട് തിരക്കുന്നത്. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ തിരക്കുക.
ഉപ്പില്ല മുളകില്ല ഒക്കെ രാക്കൊണ്ട് വരിക ഒക്കെ രാക്കറ്റ് കൊണ്ടുവരിക. എന്റെ കയ്യിൽ പൈസ അതിന്റെ വിലുണ്ട്. ഉള്ള പൈസ രാക്കൊണ്ട് വരച്ചാൽ മതി. എന്നാ എന്റെ കാക്കട്ടെ, എന്നാ എന്റെ അങ്ങോട്ട് വരിക. അവളെ ചെങ്കി ചുരുക്ക് രാത്രി ഞാൻ അടിച്ചെല്ലാം തരിക. ആ മതി കേട്ടോ. ഈ കഴിയാ തൊഴിലുറപ്പാറ്. തൊഴിലുറപ്പ കഞ്ചിയെ വെച്ച് ഉണ്ടച്ച് വേണം കഴിക്കുക. എന്റെ പിള്ളേകൾ ഇങ്ങനെ വരാം, ഞാൻ എളുപ്പം കഴിക്കുക. ആ പിള്ളേകൾ പിന്നെ വരികട്ടെ കേട്ടോ. ആ കഴിച്ചു വരാം. അല്ല ഞാൻ ഇവിടെ വരും എന്നുള്ള നേരത്തെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് എന്നെ ഇട്ടിട്ട് പിന്നെ വട്ടം കറക്കുക. ഇത് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അമ്മ ആ റേഷൻ കടയിൽ പോയിരുന്നതിന് എന്താ പറഞ്ഞു? റേഷൻ കട കൈകയാ. കൈകൈ കൈകയ്യേ വരുന്നില്ല. കൈകയാ. കൈകയാ റേഷൻ കട കൈകയാ. പോകുന്നു. പിന്നെ കുറെ മൃഗങ്ങളെ പേര് പറഞ്ഞല്ലോ, മ്ലാഗ് പ്ലാഗ്. മ്ലാഗെന്ന് പറയുന്നത് മുളക്. അയ്യോ മുളകിനാണ്. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് ഗോതമ്പ് വേണം, മ്ലാഗ് വേണം, അതായത് മുളക് വേണം, എനിക്ക് കടയിൽ മണ്ണെണ്ണ ഉണ്ടോ നീ അന്വേഷിക്കണം. ഇതൊക്കെ എനിക്കൊരു സ്ലാഗ് വേണം. ഇതാ സ്ലാഗ്. മുറം 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 സ്ലാഗ് ഒക്കെ രാക്കൊണ്ട് വരണമെന്ന് ഞാൻ അവളോട് പറയുന്നു. മുറം സ്ലാഗ്. അപ്പൊ അവിടെ പൈസ കുറവ്. മുളക്. അപ്പൊ അവിടെ ഈ പൈസ കുറവ്. ഞാൻ പറഞ്ഞു ഉള്ള പൈസ കൊണ്ട് എനിക്ക് ഇവിടെ വാങ്ങിച്ചോണ്ട് വരണം. അടുത്ത നിനക്ക് തരിക. അതായത് അടുത്ത ആഴ്ച നിനക്ക് ലോട്ടറി എടുക്കണ്ടോ? അടുത്ത ആഴ്ച പൈസ കിട്ടും. അടുത്ത ആഴ്ച തരും. അതാണ് അടിച്ചാൽ അടുത്ത ആഴ്ച തരും. ഈ കടം വാങ്ങുന്ന പൈസ സാധനം വാങ്ങാൻ പൈസ അവിടെ കൈ കുറവ്. അവിടെ ആവശ്യത്തിന് എല്ലാവരും പൈസയും കൊണ്ട് ഇറങ്ങിയുള്ളൂ. പിന്നെ മോളെ ഈ അരിയ കണ്ട കലത്തിൽ തൊള്ള കത്തിച്ച് അടുപ്പിലാണ്ടിട്. കണ്ടിക്കലാണ്ടിട്. എലിനെ പിടിച്ചിട്ട് അടുപ്പിലാണ് അങ്ങനല്ല പറഞ്ഞത്. അരി കഴുകി അരി എന്നല്ല പറഞ്ഞത്. തീ കത്തിച്ച് അരിക്ക് എന്താ പറഞ്ഞത്? എരി. എരി. അരിക്ക് എരി. ഞാൻ പറയട്ടെ സാർ കേക്കെ. അപ്പം ഇദ്ദേഹം പറഞ്ഞത് അരി കഴുകി തീ കത്തിച്ച് അടുപ്പിലോട്ട് ഇടാനാ പറഞ്ഞത്. അത് പറഞ്ഞത് തന്നെ. പക്ഷെ കഞ്ഞി വെക്കാനായിട്ട് അതിനാ പറഞ്ഞത്. അടുപ്പിന് ഇടാന്. അടുപ്പിന് ഇടാൻ. തീക്ക് എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ചൂലെടുത്ത് മുറ്റം തൂത്ത് വിടണം. അതായത് അരി കഴുകി അടുപ്പിലിട്ടതിന് ശേഷം ചൂലെടുത്ത് മുറ്റം തൂത്ത് വിടണം. അതല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കേട്ടതല്ല. ഈ ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരുന്നതിന് വേറെ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറഞ്ഞത്? ചീവി എടുത്ത് ചൂലിനാണ് ചീവി. ചീവ എടുത്ത് മുറ്റത്തിനാണ് മുന്തില് തൂത്ത് വിടണമെന്നാ പറഞ്ഞത്. മനസ്സിലായി. നമ്മള് വർക്കിലേക്ക് കിടക്കാം കേട്ടോ. കാരണം വരും. ഒന്നോട്ടെ. ഞാനും നിൽക്കുക. ഇങ്ങനത്തെ പിടി. ഇത് എന്ത് കളിയാ? ഇത് മാൻകളി. മാൻകളി ആണോ? അതായത് അത്താഴത്ത് നമ്മുടെ പൂർവാദികൾ കാലത്ത് വലിയ കാട്ടിൽ ഞമ്മ വേട്ടയെ കൈതാത്ത ആ സമയത്ത് ഞാൻ വേടന്മാർ വേട്ടയെ തേട് കൈതാത്തത്തെ മാനെ കണ്ട് കളിച്ച് നടന്നത്. അതെ, ഞങ്ങളുടെ ആൾക്കാർ പണ്ട് കാലങ്ങളിൽ വനത്തിലൊക്കെ വേട്ടയ്ക്ക് പോവായിരുന്നു. വനത്തിൽ ഈ നമ്മുടെ ഈ പിന്നെ വനത്തില് വേട്ടയ്ക്ക് തേട്ടത്തിന് പോകും. വെടിവെച്ചുള്ള വേട്ടയല്ല, അങ്ങനെയുള്ള സംഭവം ഇവർക്കില്ല. പിന്നെ കുത്തിക്കൊല്ലുന്നില്ല. ഇവർക്ക് ഈ ചെറിയ തേട്ട നായ്ക്കളുണ്ട്. തേട്ട നായ്ക്കൾ അതുങ്ങളെ ശീലിപ്പിക്കുന്ന ചെറുപ്പം. ഇവരെ കൊണ്ട് വനത്തിൽ പോകുമ്പോഴത്തേന് ഈ മാനെ കാണുമല്ലോ, മാനെ കാണുമ്പോ ഇവര് തമ്മിൽ ഈ തേട്ടം തേടി പോകുന്ന കൂട്ടത്തിൽ കളിക്കുന്ന കളിയാണ് ഇപ്പൊ ഇവിടെ ഈ കളിച്ച് കാണിച്ചത്. വേട്ടയാണ് ഈ ചിത്രീകരിച്ചത്. അവർക്ക് തോക്കില്ലല്ലോ. അപ്പൊ അതിന് പകരം അവരിങ്ങനെയുള്ള കളി സാധനങ്ങൾ, മടല, മുള, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് തന്നെ. ഭയങ്കര ചൂടാ.
ഇന്ന കാന്തൻ നായ മുട്ടേറെ കൊടുക്കാൻ പേന് ഇന്ന കാന്തൻ നായ മുട്ടേറെ കൊടുക്കാൻ പേന് തോക്കൽ മുട്ടേറെ കൊടുക്കണേ എന്താ പറഞ്ഞത്? അതെ പട്ടി പേപ്പട്ടിയുടെ കാര്യമാ പറഞ്ഞ പേപ്പട്ടി ഇല്ലേ ആ പേപ്പട്ടി പേപ്പട്ടി ഇല്ലേ നമ്മൾ ഈ പട്ടി ഭ്രാന്തൻ നായ ഭ്രാന്തൻ നായിക്കാണ് തൊക്കൊള്ളി നായി നായോ? തൊക്കൊള്ളി നായി പേപ്പട്ടി ആ പിന്നെ കല്ലിനെന്താ പറഞ്ഞത്? കല്ലെന്താ നിലങ്ക നിലങ്കാൽ. ഞാൻ നായ മുട്ടേറെ കൊടുക്കാൻ പേൻ തോക്കൽ നായ മുട്ടേറെ കൊടുക്കാൻ പേൻ നിലങ്ക എന്ന് പറഞ്ഞ കല്ലേ അതെടുത്തിട്ട് എറിഞ്ഞോ? എറിഞ്ഞതാണ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മളിപ്പോ കയർ ബോർഡിന്റെ ഓഫീസിലോട്ട് ട്രെയിനിങ് കാരണം ഇതുവരെ നിർമ്മാണം കണ്ടിട്ടില്ല. ആ നമുക്ക് അങ്ങോട്ട് പോവാം അത് കാണിച്ചുണ്ടോ? നമുക്ക് അങ്ങോട്ട് പോവാം ഓ ചൂടാണോ ഓഹോ ഇതാണ് കയർ ബോർഡിന്റെ ട്രെയിനീസ് ഓ കയർ ബോർഡിന്റെ ട്രെയിനീസ് ട്രെയിനിങ്സ്. ഓ കിട്ടിയ കാശിന് വലിയൊരു മുതൽക്കൂട്ട് ആയി തോന്നി. ഏലാ തുമ്മാരിയാത്ത പൊട്ടുക്ക എന്താ കാണി എന്താണ് എന്റെ ഓഫീസിൽ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മേരി വരുന്നുണ്ട്. എന്താ അല്ലല്ല മേരിയല്ല മഴ വരുന്നു മഴയ്ക്ക് മുമ്പേ ഇത് വേഗം പിരിക്കാനാ പറഞ്ഞ കയറ് ശരി മഴയ്ക്ക് ഇവിടെ പറയുന്ന പേരാണ് മേരി 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 മേരി. തുമ്മാരി ഇങ്ങനെ കൈ തട്ടുതാണ്ട് അത് വെട്ടണമെന്നോ? എന്താ പറഞ്ഞു? കൈ തട്ടുന്നു കയറെ കൈ തട്ടുന്നു ഇല്ല 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 ഇല്ല. തുമ്മാരി ഇങ്ങനെ ആണ വേണ്ട കൈതാത് അവന്റെ പണി എന്റെ തേന് എന്റെ പണി കൂലിപ്പണി. അതെ അവന് എന്റെ പേര് ശമ്പളം കിട്ടുക അതിന് ശമ്പളം ഒരു പിന്നെ 2000-3000 ഒക്കെ കിട്ടും. കിട്ടുക ഒരു ദിവസം അത്രയും കിട്ടുക കഴിഞ്ഞാല് ഒരു ദിവസം അത്രയും കിട്ടുകയല്ല. കിട്ടുകയല്ല അങ്ങനെ പറഞ്ഞു അതിന്റെ ഉള്ളു മാത്രമേ ഉള്ളൂ ആ എന്താ പറഞ്ഞേ? ഒരു ദിവസം എത്ര രൂപ കൂലി കിട്ടുമെന്നാ ചോദിച്ച് സുകുമാരി ആർക്ക്? സുകുമാരിയുടെ ഭർത്താവിന് എന്താ പറഞ്ഞേ? ഭർത്താവിന് ആണർ ആണവൻ. ആണവൻ അല്ല ആണറ് ആണവ്. ഭർത്താവിന് ആണവ്. ആണവ് വരുന്നില്ല ആണറ് ആണർ ഓണറ്. ആണറ് ഓണറല്ല ആണറ് ശരി ഭർത്താവിന് പറയല്ലേ ആണർ ആണറ് ആണർ ആണർ. അവർ എന്തൊക്കെ വരുവേ അത് ചിലപ്പോഴേ വരിക. മത്തന്നെ കള്ളക്കാട്ട് വെച്ച് 10 പിടിക്ക് കള്ളക്കാട്ട് വെച്ചിട്ട് കൊടുക്കാനും എന്താ പറഞ്ഞത്? കള്ളാമുണ്ടാ വഴിയുടെ വരിക. അതെ അവനെ കോരിയെടുത്ത് അല്ലാണ്ട് ഏറെ വെച്ച് കൊടുക്കും ഞാൻ എടുക്കുകട്ടില്ലേ? അതെ എന്നെ വിളി ഞാൻ ചുമക്കൊണ്ടേ കണത് കൊടുക്കാം എന്താ കൂടി പറഞ്ഞത്? അതെ വൈകുന്നേരം പണിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് മദ്യപിച്ച് പൂസായി വഴിയിലൊക്കെ കിടക്കുമോ നോടയിലൊക്കെ. അല്ല മദ്യപിച്ച് പൂസായിരുന്നേന് എന്താ പറഞ്ഞേ? അതെ ഉണ്ടിട്ട് കള്ളുണ്ടിട്ട് കള്ളുണ്ട് ചോറുണ്ടോ കേട്ടിട്ട് അതാണ് സംഭവം. വഴിവെക്കിലൊക്കെ കിടക്കൂല കിടക്കും അപ്പം ചുമ്മി കൊണ്ട് വീട്ടിലിടുവന്നു. തുമ്മിയല്ല ചുമ്മി അതിന്റെ ആണോ അതിനെ എടുക്കാൻ മാലി തുമ്മി എന്ന് പറഞ്ഞാല് ചുമക്കുക എടുക്കുക. അതെ വേറെ ആളെ എടുത്തു കൊണ്ടുവരണം. ചുമക്കുക എടുക്കുക. നേരത്തെ വിടുന്ന ഇടത്ത് അവരെ പെരച്ചില് അത്താഴമൊക്കെ വെത്ത എടുത്ത് മേരി മേരി മഴ വരുന്നുണ്ട് നമുക്ക് പോവാം. അമ്മ തുറാന്ന് പറഞ്ഞത് പിന്നെ കടലിനല്ലേ? അല്ല പമ്പ നദിക്കാ പറഞ്ഞത്. അല്ല പുഴയ്ക്കും പറയും തുറാന്ന്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തുറ എന്ന് പറയുന്നത് ഞങ്ങൾ പമ്പയാറിനാ. പക്ഷെ ഈ തുറാന്ന് പറഞ്ഞാൽ അധിക സ്ഥലങ്ങളിലും പറയാം കടപ്പുറത്തിനും പറയും. അതവിടെ ഇവിടെ നമ്മുടെ ഇവിടെ തുറയെന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഷയില് തുറയാണ്. വേടന്മാര് മാത്രം പറയും. ഹിന്ദു മലവേടര് പറഞ്ഞാൽ തുറയെന്നാ ഞങ്ങൾ പറയുന്നത്. ഹിന്ദു മലവേടർ അതിനെപ്പറ്റി എനിക്ക് കുറച്ചെങ്കിലും എനിക്ക് പറഞ്ഞു തരണം. ആയിക്കോട്ടെ. അടിച്ചുപുഴ ഭാഗത്തുള്ള പട്ടികവർഗ ഹിന്ദു മലവേടരുടെ ഇടയിൽ നിന്നും ചിലപ്പോൾ ഒരുപക്ഷെ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഒരു ടോൺ തിരുവല്ല ഭാഗത്തോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രദേശത്തുള്ള മലവേടർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വളരെ ഡൈനമിക് ആയിട്ടുള്ള ഈ ഒരു പ്രയോഗം നടക്കുന്നുണ്ട്. ഭാഷയ്ക്കകത്ത് തന്നെ ഉള്ള ഇത്തരത്തിലുള്ള വിവിധ മലയാളങ്ങൾ എന്ന് പറയുന്ന പോലെ വിവിധ വംശീയ ഭാഷകളാണ് നമുക്കുള്ളത്. വംശീയ ഭാഷകളെ ശരിക്കും അതിനകത്തൂടെ സന്നിവേശിക്കപ്പെടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ഒരു സബ്സിസ്റ്റൻസ് ആണ്, കമ്മ്യൂണിറ്റിയുടെ ഒരു നിലനിൽപ്പാണ്, കമ്മ്യൂണിറ്റിയുടെ ഒരു ആകത്തുകയാണ്. അത് പാട്ടുകളിലും പഴഞ്ചൊല്ലുകളിലും ഈണങ്ങളിലും തൊഴിലിലുമാണ് ഇത് കൂടുതലും പിന്നെ വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനതയുടെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തെ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരാകേണ്ടതാണെന്നുള്ളൊരു സന്ദേശമാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഷ നമുക്ക് അല്ലെങ്കിൽ സംസാര രീതി നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. അല്ലെങ്കിൽ തെന്നത് വീഴണ്ടേനി കാല കയ്യ ഒടിയണ്ട ഇറങ്ങുന്നതിനാണ് രാഗ് ഇറങ്ങിക്കോളാം. ഞാൻ നിങ്ങൾ വീഴുന്നു നോക്കിയാൽ മതി. ഇല്ല ഞാൻ വീഴണില്ല, ഞാൻ വീഴുന്നില്ല. ഞാൻ തിരുത് കൊടുക്കാം.
ഇരുത്തിക്കോളൂ, ഇരുന്നോളാം. അല്ല അമ്മ, ഈ മലവേട എന്താ ഹിന്ദു മലവേടർ. ഹിന്ദു മലവേടർ, അത് ഞാൻ ചോദിക്കുകയാണ്, ഈ മലവേടർ എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്ക് പോയിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടാണോ മലവേടർ എന്നുള്ള പേര് വന്നത്? എന്താ അതിന്റെ സ്ഥിതി? ഞാൻ കാനത്തിൻ്റെ ഞൂറല് പന്തലി പിന്നെ വെളി ഇവൊക്കെ തിന്നും വളരെ ആൾക്കാരാണ്. ഞാൻ എരിയാഹാരം ഞാൻ കഴിച്ചിട്ടില്ലേ. ഞാൻ നമ്മുടെ പൂർവ്വ ആധികാരികൾ ഇവൊക്കെ തിന്നാതെ വേറെ ജീവിച്ചാലും പണ്ട് പൂർവാധികര്, ഞങ്ങളുടെയൊക്കെ പൂർവാധികര് ഭക്ഷണം കഴിക്കുന്ന ഇന്നത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളല്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചാല് അവര് കഴിക്കുന്നത് നൂറോൻ എന്നും പറഞ്ഞ നമ്മുടെ ഈ നാടൻ കാച്ചിലിന്റെ സൈസ് ഒരു കിഴങ്ങ് വർഗ്ഗമുണ്ട്, നൂറോൻ. അതെ. പിന്നെ ഈ തീന്, നവള്, തവളയല്ല, നവളെന്നും പറഞ്ഞ് ഈ കാച്ചിലിന്റെ വേറൊരു കിഴക്കാ സൈസ് ഒരു വേറൊരു സാധനമാണ്. പിന്നെ ഈ പന്തലി, പന്തലി അതെ, പന്നിയലി. അതിന് ഞങ്ങൾ ഇവിടെ പറയുന്ന പന്തലി. ഞങ്ങൾ കഴിക്കുന്ന സാധനം നല്ല സാധനം. പിന്നെ ഞങ്ങൾ അണുങ്ങാനും കാട്ടിലുണ്ട് ഒരു അതിന്റെ തോടാണ്. ഈ ആമയുടെ കൂട്ടുള്ള ആമയുടെ കൂട്ടല്ല, അങ്ങനെ ഒരു സാധനമുണ്ട് അണുങ്ങാൻ. കാഴ്ച ബംഗ്ലാവിലൊക്കെ ഞങ്ങൾക്ക് അന്ന് രോഗമില്ല. നമുക്ക് എന്തെങ്കിലും രോഗം വന്നാല് പച്ചലകൾ ഇങ്ങോട്ട് പറിച്ചെടുത്ത് ഞെരടി അതിന്റെ വെള്ളം ഊറ്റി കുടിക്കുമ്പോൾ ആ രോഗം അങ്ങ് പോകും. കാരക്കപ്പഴം തിമ്പറ്റിയാണ്. കാരക്ക പഴം തിമ്പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിനാണ്. അതായത് അന്നേ കാലത്ത് നമ്മുടെ പിള്ളകറ്റാര് ഫെനിയൊക്കെ വരുമ്പോഴത്തെ ഞാൻ ആശുപത്രി കൊണ്ട് കഴിക്കുകയല്ലേ. ആ പിള്ളകളെ ഞാൻ എൻ്റെ ചേവറ്റിന് വെച്ചാണ്ട് അവ ഇത്രശ്ശേ നീളമുള്ള മരുന്ന് ഞാവും നമ്മുടെ ഉണ്ടിയൊക്കെ ഈ നാട്ടും പുറത്തൊക്കെ ഉണ്ട്. അവ ഞാൻ പിഴുതാവ് ഈ വെള്ളം പിന്നെ പിഴുതെടുത്തത് വായിലാണ്ട് ഒഴിച്ചു കൊടുപ്പറ്റ്. കുടുക്കനൂലി ആ മരുന്നിന്റെ പേരാ. മലയാളത്തിലും ഞാൻ പറഞ്ഞു തരാം. പച്ചമരുന്നാണത്. അതെ. പിന്നെ പനിക്കൂർക്ക എന്നൊക്കെ പറഞ്ഞ ഒരു സൈസ് മരുന്നുകളുണ്ട്. നമ്മളിപ്പം ഒരു കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടായ ഒരു പിള്ളേർ ഒരു തെണ്ണം ഉണ്ടായതാണ് ഞാൻ ഇങ്ങനെ ഉടനെ ആശുപത്രിയിലാണ് കൊണ്ട് കഴിയുക. അന്ന് ഞാൻ മീനെല്ലാം തിങ്കയല്ലേ, മീനും ഞാൻ തിങ്കയല്ലേ. മീൻ തിങ്കയെന്ന് പറഞ്ഞാൽ മീനില്ലേ നമ്മുടെ പച്ചമീനും ഉണക്കമീനും ഉൾപ്പെടുന്ന ഒരു മീനും അന്നത്തെ കാലത്ത് വരെ ആരും ഉപയോഗിക്കില്ല. ഒട്ടുമേ തിങ്കല വേണ്ട. ഈ 100 പിന്നെ കൂണ് അതാണ് കുവി. കുവിയാ ഞാൻ കാനത്തിന്റെ പറിച്ചു കൊണ്ടുവച്ച് ഞാൻ കറിയെ വെച്ച് തിങ്ക. നമ്മുടെ ഇവിടെ ഞങ്ങളുടെയൊക്കെ പണ്ട് കാലത്ത് സ്ത്രീകൾ ഞങ്ങളുടെയൊക്കെ സമയങ്ങളിൽ തന്നെ സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പ്രസവം വളരെ ചുരുക്കമാണ്. വീട്ടിലാണ് സാധാരണ പ്രസവം നടക്കാറുള്ളത്. അന്നൊക്കെ ഈ പതിച്ചിമാരെന്നും പറഞ്ഞ് അങ്ങനെ നാട്ടുപതിച്ചിമാരെന്നും പറഞ്ഞ് വയറ്റാട്ടികളില്ലേ പണ്ടത്തെ കാലത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രസവങ്ങളാണ് പണ്ടൊക്കെ. ഇപ്പോഴതല്ലല്ലോ. ആ പച്ചമരുന്നൊക്കെ കുടിക്കുക പ്രസവാനന്തരം. ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾക്ക് അന്നത്തെ ആ ബലം ഇന്ന് നല്ല ബലമാണ്. അതിനും നമ്മുടെ നാട്ടിലെ മരുന്നാണ്. പനിക്കത് തന്നെ. ഇപ്പം ഗുണത്തോണ് ഇതിനൊക്കെ കാട്ടി മരുന്നുണ്ട്. ഈ മരുന്നുകളാണ് നമ്മൾ ആയുർവേദത്തിൽ കൊടിച്ച് അവവാദമ്മ തിരിച്ചു അല്ല കൊണ്ടുവന്ന് കൊടുക്കും. അത് നമ്മൾ കൊണ്ട് കൊടുക്കുന്ന അവർ നിസാര വിലക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് തന്നെ വീണ്ടും നമ്മൾ തന്നെ അത് ഉപയോഗിക്കുന്നത്. തരുന്നെന്ന് പറയാൻ തരുന്നു എന്നുള്ളതാണ്. വീണ്ടും തിരിച്ചു തരും. എന്നോട് 100 രൂപ വായ്പ മേടിച്ചു. അവ എപ്പോഴത്തെ താരന്റെ ഇനി അതെപ്പോൾ തരുവോ മനസ്സിലാകണം. എപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന എപ്പോ താരന്റെ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റും ഇവിടെ വരുന്നുണ്ട്. ട്രൈബല്, ബ്ലോക്ക് ഡെവലപ്മെന്റ്, കൃഷി, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് കഴിവതും മാക്സിമം അവരത് പ്രയോജനത്തിലാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അല്ല തങ്കമണി, ഞങ്ങൾ പാസ്സാക്കിയിട്ടുള്ള പൈസ ശരിക്കും അടയ്ക്കല്ലോ? ആൾക്കാർ തിരിച്ചടയ്ക്കും. വിശ്വസിക്കാം. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇവിടെ കോടാനുകോടികൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വിലസി നടന്ന് നശിപ്പിക്കുന്നവരുണ്ട് ലോകത്ത്. ഈ ലോകത്ത് തന്നെയാണ് നമ്മൾ
എന്താ പറയുക, ഈ ഭൂമിയിൽ നിന്ന് പണിയെടുത്ത കർഷകർ എങ്ങനെങ്കിലും അടവ് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് അടയ്ക്കുകയും ചെയ്യും. 2 അടവ് തെറ്റിക്കഴിഞ്ഞാൽ അവസാനം നഷ്ടപ്പെടും. ഈ കർഷകൻ നഷ്ടപ്പെടുന്നത് എന്താ? ഒന്ന് അവന്റെ വീടും അവൻ അവസാനമുള്ള പ്രൊമോഷൻ തൂങ്ങി മരണം. എന്തൊരു വിരോധാഭാസം.